സസ്പെൻഷൻ സെറ്റപ്പ് പറയുമ്പം അത്യാവശ്യം സോഫ്റ്റ്വെയർ സൈഡിലുള്ള ഒരു സസ്പെൻഷനായിട്ടാണ് എനിക്കിത് തോന്നിയത്. എന്ന് വെച്ച് കോർണേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് കോർണേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ റോഡിലെ അൺഈവൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നല്ലപോലെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എഞ്ചിൻ അത്യാവശ്യം മിഡ് റേഞ്ചും അതുപോലെ തന്നെ ടോപ്പ് എൻഡുള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു തരത്തിലുള്ള മടുപ്പോ കാര്യങ്ങളോ ഒക്കെ തന്നെ വണ്ടി ഓടിക്കുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. കാരണം നമുക്ക് കുറച്ച് സ്ലോ സ്പീഡിൽ നിന്നാണെങ്കിലും അത്യാവശ്യം കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അത് എടുത്തു പോകുന്നുണ്ട്. പിന്നെ സെൽഫ് സെൻറ്ററിങ്ങിൻ്റെ കാര്യത്തിൽ മാരുതി പൊതുവേ പുറമോട്ടാണ്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് വീഡിയോസിലൊക്കെ. ഒരു വലിയ വളവുകളിലൊക്കെ അത്യാവശ്യം തിരിഞ്ഞ് വരുന്നുണ്ട്. ചെറിയൊരു വളവൊക്കെ എടുക്കുന്ന സമയം 2023 ഏപ്രിലിലായിരുന്നു മാരുതി സുസുക്കി അവരുടെ ഫ്രോൺസ് എന്ന വാഹനത്തെ നെക്സ ബ്രാൻഡിങ് വഴി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഇതാ ഇപ്പോൾ 2024 ഏപ്രിലായിരിക്കുന്നു. ഈ ഒരു വർഷത്തിനുള്ളിൽ 1,35,000 എന്നൊരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള സെയിൽസ് നമ്പറാണ് ഈ വാഹനം കൈവരിച്ചിട്ടുള്ളത്. ബലെനോ RSന് ശേഷം അവരുടെ 1 ലിറ്റർ 3 സിലിണ്ടർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ്റെ ഒരു തിരിച്ചുവരവൂടായിരുന്നു ഫ്രോൺസ് എന്ന വാഹനത്തിലൂടെ വന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫ്രോൺസ് എന്ന വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈനും അതിൻ്റെ ഫീച്ചേഴ്സും ഡ്രൈവ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റായിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറയുവാണെങ്കിൽ ബേസിക്കായിട്ട് ഫ്രോൺസ് എന്ന വാഹനം ശരിക്കും ഒരു ബലെനോയാണ്. ബലെനോയിൽ നിന്ന് വന്ന ഒരു SUV കൂപ്പേ ഡിസൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഫ്രോൺസിനെ വിളിക്കാം. പക്ഷേ മാരുതിയുടെ ഡിസൈനേഴ്സ് ഈ ഒരു വാഹനത്തിനെ ഒരുക്കിയെടുത്ത രീതി വളരെ മികച്ചതായിരുന്നു. ഒരു തരത്തിലുള്ള ഒരു മൈനസ് പോയിൻറ്റും ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനില്ല. ശരിക്കും ഫ്രണ്ട് പോർഷനിൽ നിന്ന് നോക്കുമ്പം ശരിക്കും ഇതൊരു ഗ്രാൻഡ് വിറ്റാര ഇൻസ്പയർഡ് ഡിസൈനാണ്. ഒരു ദൂരെയൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്രാൻഡ് വിറ്റാര കിടക്കുന്നു എന്ന് തന്നെയാണ് ഒരു ഫ്രോൺസ് കാണുമ്പോൾ ഫസ്റ്റ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഗ്രാൻഡ് വിക്ടാരയിൽ കാണുന്ന പോലെ തന്നെ റേസ്ഡ് ആയിട്ടുള്ള ബോണറ്റും അതുപോലെ വലിയൊരു ഗ്രിൽസും രണ്ട് വശങ്ങളിലായിട്ട് കാണുന്ന LED DRL സ്ട്രിപ്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ലുക്ക് ഈ ഒരു ഇത്രയും പോർഷനിൽ നിന്ന് തന്നെ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതിന് താഴെയായിട്ടാണ് ട്രയാങ്കുലർ ആയിട്ടുള്ള ഷേപ്പിൽ 3 പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡെൽറ്റ പ്ലസ് എന്ന വേരിയൻ്റാണ്. ഈ ഒരു വേരിയൻറ്റിന് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഡെൽറ്റ പ്ലസ് സിഗ്മ എന്നിങ്ങനെ ഈ 3 വേരിയൻസിൽ നമുക്ക് ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഫോഗ് ലാമ്പിനുള്ള ഒരു സെക്ഷനോ അതിനുള്ള ഒരു പോർഷനോ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സൈഡ് പോർഷനിലേക്ക് വരുമ്പം നമ്മൾ ബലെനോയിലൊക്കെ കാണുന്ന ഒരു സെയിം ഗ്ലാസ് ഏരിയ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് ശരിക്കും രണ്ട് വണ്ടി അടുത്ത് കണ്ടാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അതിനുശേഷം ഇതിന് വീൽ ആർച്ചസ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. 16 ഇഞ്ചസിൻ്റെ 195/60 സെക്ഷനിൽ വരുന്ന അലോയ് വീൽസ് ആണ് ഇതിൽ വരുന്നത്. ടോപ്പ് വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്കും ഡയമണ്ട് കട്ട് അലോയ് വീൽസ്. ഈ ഡെൽറ്റ പ്ലസ് എന്ന വേരിയൻറ്റിൽ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് അല്ല വരുന്നത്. ഈ ടൈപ്പ് ബ്ലാക്കിലായിട്ടുള്ള ഒരു അലോയ് വീൽസ് ആണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വാഹനത്തിൻ്റെ സൈഡ് പോർഷൻ്റെ എൻഡിലേക്ക് നോക്കുമ്പം ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. അത് ഒരു SUV കൂപ്പേ ഡിസൈൻ ഇൻസ്പിറേഷനായിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. ശരിക്കും പുറമേ നിന്ന് കാണാൻ ഇത് വളരെ തരത്തിലുള്ള ഭംഗി കാര്യങ്ങളൊക്കെ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. റിയർ പോർഷനിലേക്ക് വരുമ്പം ഏറ്റവും പുതിയ ഒരു ടെയിൽ ഗേറ്റ് ഡിസൈനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇതിലൊരു ബലെനോ ടച്ച് എനിക്ക് തോന്നിയില്ല. വാഹനത്തിൻ്റെ ഇരു സൈഡിലും സ്ലിം ആയിട്ടുള്ള ടൈൽ ലാംപ്സ് ആണ് വരുന്നത്. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നടുക്കൊരു ലൈറ്റ് ബാറും വരും. ഇപ്പം ഈ ഒരു ഡെൽറ്റ പ്ലസിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ ശരിക്കും ഇതൊരു ഡമ്മി പീസാണ്. സീറ്റ ആൽഫ തുടങ്ങിയ വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈറ്റ് ബാർ വരും. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ആക്സസറി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പർട്ടിക്കുലർ വാഹനത്തിൽ എന്തായാലും ഇപ്പോൾ ചെയ്തിട്ടില്ല. താഴേക്ക് വരുമ്പോൾ ബമ്പറിൻ്റെ വലിയൊരു ഭാഗം കവർ ചെയ്തുകൊണ്ട് ഒരു സ്കഫ് പ്ലേറ്റ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ലുക്കാണ് ഒരു സ്കഫ് പ്ലേറ്റ് കൊണ്ട് വണ്ടിക്ക് ലഭിക്കുന്നത്. റിയർ സൈഡിലും അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. അതുപോലെ ടോപ്പ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയയും കാര്യങ്ങളും അതിന് മുകളിൽ സ്പോയിലറും ഒക്കെ വരുന്നുണ്ട്. ടോട്ടലി റിയർ പോർഷനിലുള്ള ഡിസൈനും വളരെയധികം അഗ്രസീവാണ്. നമ്മൾ റോഡിലൊക്കെ വണ്ടിക്ക് കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്രസൻസാണ് റിയർ സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിൽ നിന്നും വണ്ടിക്കുള്ളത്. ഫ്രോൺസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 190 mm ആണ്. ഇത് ശരിക്കും ഒരു 20 mm കൂടുതലാണ് ബലെനോയെക്കാട്ടിലൊക്കെ. ഈ വാഹനത്തിൻ്റെ ലെങ്ത് 3995 mm അതുപോലെ തന്നെ വിഡ്ത്ത് 1765 mm ഹൈറ്റ് 1555 mm ആണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് 2.5 meters ആണ് വരുന്നത്. നമുക്ക് ഫ്രോൺസിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ഒന്ന് ചെക്ക് ചെയ്യാം. ശരിക്കും നമ്മൾ ഡോറ് തുറന്ന് ക്യാബിനിലേക്ക് കയറുമ്പം ഇറ്റ്സ് എ ബലെനോ. വേറെ വ്യത്യാസങ്ങളൊന്നും എടുത്തു പറയത്തക്ക ഒരു വ്യത്യാസവും ഫ്രോൺസിനും ബലെനോയ്ക്കും ഇടയിൽ ഇൻറ്റീരിയറിലില്ല. ഡാഷ്ബോർഡിലും കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത്. ഡോർ പാർട്സിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിലും നീറ്റ്ലി ആയിട്ടാണ് അതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പവർ വിൻഡോ സ്വിച്ചസ്, ഇതിൻ്റെ ഡോർ അൺലോക്ക്, ലോക്ക് ബട്ടൺ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMത്തിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാരുതിയുടെ ബേസിക് ആയിട്ടുള്ള 7 ഇഞ്ചസിൻ്റെ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ആണ്. വയേർഡ് ആയിട്ടുള്ള ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ
ഈ ഇഗ്നിസിലും അതുപോലെ തന്നെ അതിന് താഴെയുള്ള വാഗണറിലും ഒക്കെ കാണുന്ന പോലത്തെ ഒരു ഇൻ്റർഫേസ് അല്ല ഇതിനുള്ളത്. ഏകദേശം സംഭവമൊക്കെ സെയിം തന്നെയാണ്, എന്നാൽ ഇൻ്റർഫേസിലും അതിൻ്റെ ഗ്രാഫിക്സിലും ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഈ വാഹനത്തിൻ്റെ ഹയർ വേർഷൻസിൽ നമുക്ക് 9 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ലഭിക്കും. അതിൽ 360 ഡിഗ്രി ക്യാമറ അടക്കമുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു സിസ്റ്റമാണ് അതിൽ ലഭിക്കുന്നത്. അതിനോടൊപ്പം ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. സൺറൂഫ് തുടങ്ങിയ 2-3 ഫീച്ചേഴ്സ്, ബാക്ക് റിയർ സീറ്റിലെ ആംബ്രസ്റ്റ് എന്നിങ്ങനെ ഫീച്ചേഴ്സ് ടോപ്പ് വേരിയൻറ്റിൽ മിസ്സിംഗ് ആണ്. സിൽവർ ഇൻസേർട്ടോട് കൂടിയ ഒരു AC വെൻസ് ആണ് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റിൻ്റെ താഴെ കാണാൻ പറ്റുന്നത്. അതിന് താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. നേരത്തെ ബലേനോ വന്ന സമയത്ത് തന്നെ അതിൽ വന്നിരുന്നൊരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻ്റ് തൊട്ട് അവരതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നൽകിയിരുന്നു. ഈ ഒരു വാഹനത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ലഭിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ടൊരു 12 വാട്ട്സിൻ്റെ പവർ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്സ് USB കണക്ഷൻസിൻ്റെ ഉള്ള പോർട്ടും അവിടെയാണ് നൽകിയിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, നമുക്ക് മൊബൈൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗിയർ നോബ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നു. ഇത് 5 സ്പീഡ് മാനുവലാണ്. ഈ ഒരു വേരിയൻറ്റിൽ തന്നെ 5 സ്പീഡ് AMTയും നമുക്ക് ലഭിക്കും. ഇതിന് മുകളിലുള്ള ബൂസ്റ്റേജ് ടെൻഡിൽ വരുന്നത് 6 സ്പീഡിൻ്റെ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്, നമ്മുടെ ബ്രിസയിലൊക്കെ വരുന്ന പോലത്തെ. സ്റ്റിയറിംഗ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ബലേനോയിലും സ്വിഫ്റ്റിലും കാണുന്ന പോലെ തന്നെ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിലുള്ളത്. അതിൽ ഈ 7 ഇഞ്ച് ഈ ഇൻഫോർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസൊക്കെ ഏകദേശം ഈ ഒരു വാഹനത്തിലെല്ലാം സെയിമായിട്ട് തന്നെ സ്വിച്ചസും കാര്യങ്ങളും എല്ലാം സെയിമായിട്ടാണ് വരുന്നത്. ടോപ്പ് വേരിയൻസിലേക്ക് പോകുമ്പം റൈറ്റ് സൈഡിലും സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ തന്നെ വരും. ഈ ഒരു വാഹനത്തിൽ ഇലക്ട്രിക് കീ ഫോബ് അല്ല, അത് കീലെസ് എൻട്രി അല്ല ഈ വാഹനത്തിൽ വരുന്നത്. ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിലെല്ലാം സാധാ കീ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്റർ കൺസോളാണ് ഈ വാഹനത്തിലുള്ളത്. ഇതിൻ്റെ നടുക്കായിട്ടൊരു ചെറിയ ഡിജിറ്റൽ സ്ക്രീനുണ്ട്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. മുകൾ ഭാഗത്തേക്ക് പോകുമ്പം മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ് വരുന്നത്. ഓട്ടോ ഡിമ്മിങ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. അതുപോലെ 2 സൈഡിലും സൺഷെയ്ഡിൽ അതുപോലെ ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള സൺഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രോൺസിൻ്റെ സീറ്റ്സിൻ്റെ കാര്യം പറയുമ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് സീറ്റ്സാണ് ഇത് വരുന്നത്. നമുക്ക് ഇരിക്കാനാണെങ്കിലും നല്ല രീതിക്കുള്ള കംഫർട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ ഒരു വേരിയൻറ്റിലും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് ഫ്രണ്ടിൽ വരുന്നത്, ഡ്രൈവർ സൈഡ് സീറ്റ്. ഈ ഒരു വാഹനത്തിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തില്ലെങ്കിലും പ്രാക്ടിക്കലി ശരിക്കും സീറ്റ് കവർ ചെയ്യാതെ യൂസ് ചെയ്യുമ്പോഴാണ് ഫാബ്രിക് സീറ്റിൻ്റെ യഥാർത്ഥ ഗുണം നമുക്ക് ലഭിക്കുന്നത്. ഫാബ്രിക് സീറ്റ് എപ്പോഴും സീറ്റ് കവർ ഇടാതിരിക്കാനാണ് സുഖം. പിന്നെ സീറ്റ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ തന്നെ എല്ലാവരും സീറ്റ് കവർ വാങ്ങിച്ചിടും. ഫ്രോൺസിൻ്റെ റിയർ സീറ്റ് പോർഷനിലേക്ക് പോകുമ്പം അത്യാവശ്യം നല്ല രീതിക്ക് ലെഗ് റൂമുള്ള ഒരു സീറ്റ് ഏരിയ ആണ് നമ്മുടെ ഫ്രോൺസ് ബലേനോ ഈ ഒരു സെഗ്മെൻറ്റിലെല്ലാം വരുന്നത്. ഈ ഒരു ഏരിയയിൽ ആ ഒരു കാര്യത്തിൽ ലെഗ് റൂമിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല മാരുതി. അതുപോലെ തന്നെ സീറ്റിലിരിക്കുമ്പോഴാണെങ്കിലും ഇതിൻ്റെ അണ്ടർ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു SUV കൂപ്പേ ഡിസൈൻ വന്നപ്പോൾ ഒരു പ്രശ്നം വന്നത് എന്ന് പറയുന്നാൽ ഇതിൻ്റെ ആ ഒരു ഹെഡ് റൂമിലാണ്. കുറച്ച് നീളമുള്ളവർക്ക് ഹെഡ് റൂം ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നും. അത്യാവശ്യം തലമുട്ടുന്ന രീതിയിലാണ് അത്യാവശ്യം നീളമുള്ളവർ കയറിയിരുന്നാൽ. പലരും ആ ഒരു ഇത് റിയൽ ലൈഫിലും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ലെഗ് റൂമിൻ്റെ കാര്യത്തിലും അണ്ടർ സപ്പോർട്ടിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. 3 പേർക്ക് ഇരിക്കാനാണെങ്കിലും അത്യാവശ്യം നല്ലതാണ്. സെൻറ്ററിലായിട്ട് അവിടെ ഹെഡ് റെസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 2 സൈഡിൽ മാത്രമല്ല. പിന്നെ സെൻറ്റർ ആംബ്രസ്റ്റ് മിക്സിംഗ് ആണ്. സെൻറ്റർ ആംബ്രസ്റ്റ് അവർ പറയുന്ന ന്യായം സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ബൾജിങ്ങും ഇല്ലാതെ സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നൽകിയിരിക്കുന്നത്. എന്നാലും ചിലർ പ്രതീക്ഷിക്കും, ഇങ്ങനൊരു സെൻറ്റർ ആംബ്രസ്റ്റ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് അതൊരു മിസ് പോയിൻ്റായിട്ട് തോന്നും. ഫ്രോൺസിൻ്റെ ഒരു ബൂട്ട് സ്പേസിനെ പറ്റി പറയുമ്പം 308 ലിറ്റേഴ്സിൻ്റെ മാസീവായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വേരിയൻറ്റിൽ അവർ ബൂട്ട് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതൊരു മേജർ മിസ്സിംഗ് ആണ്. പിന്നെ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയും മാസീവായിട്ടുള്ള ബൂട്ട് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം സാധനങ്ങൾ വേണമെങ്കിലും ക്യാരി ചെയ്ത് നമുക്ക് എത്ര ലോങ് യാത്രകളിൽ ഈ വാഹനം യൂസ് ചെയ്യാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ എൻജിൻ സൈഡിനെ പറ്റി പറയുമ്പം ശരിക്കും ഞാൻ പറഞ്ഞ പോലെ 2 എൻജിൻസിലാണ് ഈ വാഹനം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സിഗ്മ, ഡെൽറ്റ പ്ലസ് എന്നിങ്ങനെ ഈ വേരിയൻറ്റിൽ 5 സ്പീഡ് മാനുവലിലും അതുപോലെ തന്നെ 5 സ്പീഡ് AMTയിലും 1.2 ലിറ്ററിൻ്റെ K സീരീസ് ഡുവൽ ജെറ്റ് ഡുവൽ VVT എൻജിനിലാണ് ഈ വാഹനം വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബലേനോ, സ്വിഫ്റ്റ് എന്നിങ്ങനെ എല്ലാ മോഡലിലും വരുന്ന സെയിം എൻജിനാണിത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനാണ്. 100 HP ഉള്ള 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണത്. അതിൽ ഒരു 5 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സുമാണ് വരുന്നത്. അതും അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഓപ്ഷനാണ്. നേരത്തെ ബലേനോ RSൽ വന്നിരുന്നു. അത് പുതിയ ഒരു എഞ്ചിനല്ല, ബലേനോ RSൽ ഓൾറെഡി അവർ കൊണ്ടുവന്നിട്ട് പിന്നെ അത് നിർത്തിപ്പോയി. അതിനുശേഷം ഇപ്പോൾ ഈ വാഹനത്തിലാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആണ്. അപ്പോൾ അതിൽ ഒബ്വിയസ്ലി 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇതൊരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമാണ്.
നല്ല രീതിക്ക് ഓടിക്കാൻ കംഫർട്ടുള്ളൊരു വാഹനമാണ് ശരിക്കും ഫ്രോൺസ്. നമ്മൾ ബലെനോയും അതുപോലെ തന്നെ സ്വിഫ്റ്റും ഒക്കെ ഓടിച്ച് ഈ ഒരു എഞ്ചിൻ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം അതിലൊന്നും നമുക്ക് ഈ ഒരു എഞ്ചിന് ഒരു തരത്തിലുള്ള നെഗറ്റീവ് പോയിൻറ്റ്സും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഫ്രോൺസിൽ വരുമ്പോഴും ഈ എഞ്ചിൻ പക്കയായിട്ട് മീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. 6000 RPM 89 HP അതുപോലെ തന്നെ 400 and 4000 RPM 113 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുള്ള ഗിയർ ഷിഫ്റ്റാണ്. ഒരു തരത്തിലുള്ള ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഗിയറിൻ്റെ സൈഡിൽ നിന്ന് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു എഞ്ചിൻ അത്യാവശ്യം മിഡ് റേഞ്ചും അതുപോലെ തന്നെ ടോപ്പ് എൻഡുള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു തരത്തിലുള്ള മടുപ്പോ കാര്യങ്ങളോ ഒക്കെ തന്നെ വണ്ടി ഓടിക്കുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. കാരണം നമുക്ക് കുറച്ച് സ്ലോ സ്പീഡിൽ നിന്നാണെങ്കിലും അത്യാവശ്യം കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അത് എടുത്തു പോകുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഓവർടേക്സ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സിമ്പിളാക്കുന്നുണ്ട്, ഒരുപാട് ഡൗൺ ഷിഫ്റ്റ്സിൻ്റെ ആവശ്യമില്ലാതെ തന്നെ. ശരിക്കും നല്ല പെപ്പി ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണിത്. പിന്നെ സ്വിഫ്റ്റ് പോലുള്ള വാഹനങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും വെയിറ്റിൻ്റെ ഒരു ഡിഫറൻസ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു പെപ്പിനെസ് നമുക്ക് അതിനകത്ത് തോന്നും. ഒരു ഇനിഷ്യൽ കാര്യങ്ങൾ കാലം കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വലിച്ചെടുത്തുകൊണ്ട് ഫീൽ നമുക്ക് തോന്നും. അത് മാറി ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പം അത്ര ഇനിഷ്യൽ ഉണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും. എന്നാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവർ ഈ ഒരു ഡുവൽ ജെറ്റ് കൊടുക്കാത്ത വാഹനം എന്ന് പറഞ്ഞാൽ ഇഗ്നിസ് മാത്രമാണ്. വാഗണറിൻ്റെ 1.2 അതുപോലെ തന്നെ സ്വിഫ്റ്റ്, ബലെനോ, ഫ്രോൺസ് ഈ ബാക്കി 4 വാഹനത്തിലും ഡുവൽ ജെറ്റ് ഡുവൽ VVT എഞ്ചിനാണ് വരുന്നത്. ക്ലച്ചിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അത്യാവശ്യം ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ്. ട്രാഫിക്കിലൊന്നും നമുക്ക് ഈ ഒരു ക്ലച്ചിൻ്റെ കാര്യത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല. എന്ന് വെച്ചാൽ AMT ഓടിക്കുന്ന പോലെ ഈസി ആവുമെന്നല്ല, നല്ല തിരക്കിലൊക്കെ പെട്ടുപോകുന്ന സമയത്ത് നമുക്ക് അതുപോലെ ഫസ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റ്സൊക്കെ വേണ്ട സമയത്ത് ഈ ക്ലച്ച് ഒരു തരത്തിലുള്ള മടുപ്പ് നമ്മുടെ കാലിന് വേദന കാര്യങ്ങൾ അങ്ങനെയൊന്നും വരില്ല. ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റ്സ് എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രോൺസിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് പറയുമ്പം അത്യാവശ്യം സോഫ്റ്റ്വെയർ സൈഡിലുള്ളൊരു സസ്പെൻഷനായിട്ടാണ് എനിക്കിത് തോന്നിയത്. എന്ന് വെച്ച് കോർണേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം കോൺഫിഡൻ്റായിട്ട് നമുക്ക് കോർണേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ റോഡിലെ അൺഈവൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നല്ലപോലെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് അഴുക്കായിട്ടുള്ള റോഡിലൊക്കെ ഓടിച്ചു, ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയില്ല. ശരിക്കും അത് കുഴികൾ കാര്യങ്ങളൊക്കെ തന്നെ ഇത് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഫുൾ ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം അങ്ങനെയുള്ള കുലുക്കവും കാര്യങ്ങളും ഒന്നും തന്നെ ഉള്ളിൽ അനുഭവപ്പെടുന്നില്ല. സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയുമ്പം സ്റ്റിയറിങ് മോഡറേറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അങ്ങ് എക്സ്ട്രാ സ്മൂത്തും അല്ല, എന്നാൽ അത്രയ്ക്ക് ഹാർഡും അല്ല, ഇതിന് നടുക്ക് നിൽക്കും. എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു സ്റ്റിയറിങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കട്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ശരിക്കും ഇങ്ങനെ മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് ഒരു തരത്തിൽ നല്ലത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വളവ് കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുന്ന സമയത്ത് ചെറിയൊരു കോൺഫിഡൻസ് ലഭിക്കുകയും ചെയ്യും. എന്നാൽ സ്റ്റിയറിംഗ് അത്ര കട്ടിയാണോ അതുമല്ല. പിന്നെ സെൽഫ് സെൻറ്ററിങ്ങിൻ്റെ കാര്യത്തിൽ മാരുതി പൊതുവേ പുറമോട്ടാണ്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് വീഡിയോസിലൊക്കെ. ഒരു വലിയ വളവുകളിലൊക്കെ അത്യാവശ്യം തിരിഞ്ഞ് വരുന്നുണ്ട്. ചെറിയൊരു വളവൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ മടി കാണിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സപ്പോർട്ടൂടെ വേണം ആൾക്ക്. എങ്കിലും അത്ര വലിയൊരു നെഗറ്റീവായിട്ടൊന്നും അത് പറയാനില്ല. ബ്രേക്കിങ്ങിൻ്റെ സൈഡിൽ 2 ഡിസ്ക് ബ്രേക്കും ഫ്രണ്ടിൽ, അതുപോലെ തന്നെ ബാക്കിൽ 2 ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. ഞാൻ അത്യാവശ്യം പൊളിച്ചൊക്കെ ഓടിച്ച് നോക്കി. ആ സമയത്ത് ബ്രേക്ക് ഫെയിലിയർ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ല രീതിക്കുള്ള ബ്രേക്കിംഗ് സെറ്റപ്പാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതുപോലെ സേഫ്റ്റി സൈഡിൽ വണ്ടിയിൽ ABS, EBD, അതുപോലെ ESP, ട്രാക്ഷൻ കൺട്രോൾ, ബ്രേക്ക് അസിസ്റ്റ് എന്നിങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ തന്നെ നമ്മളുടെ ഒരു ഡ്രൈവിനെ അത് കുറച്ചുകൂടെ സേഫ് ആക്കും. ഹിൽ ഹോൾഡ് ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. മാനുവൽ ആണെങ്കിലും AMD ആണെങ്കിലും വരുന്നുണ്ട്. അത്യാവശ്യം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ കയറ്റത്തൊക്കെ പോയിട്ട് ചെറിയ ക്ലച്ചിലൊക്കെ താങ്ങിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ശരിക്കും സഹായപ്രദമാകുന്നൊരു കാര്യമാണ്. ഈ സ്ത്രീകളും അതുപോലെ ഇച്ചിരി പ്രായമായവരൊക്കെ ഓടിക്കുന്ന സമയത്ത് അവർ ഒരുപാട് ഹെൽപ്ഫുള്ളാണത്. 37 ലിറ്റേഴ്സാണ് വാഹനത്തിന് ടാങ്ക് കപ്പാസിറ്റി. ARI പറയുന്ന മൈലേജ് 21 ആണ്. ഒരു 18 to 20 അല്ലെങ്കിൽ ഒരു 16-20 അടുത്ത് മിക്കവാറും എല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന കുറച്ചുപേരോട് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ഏകദേശം ആ ഒരു ലെവലിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ AMT ഓടിക്കുന്ന സമയത്ത് കുറച്ച് ഹിൽ ഏരിയസിലൊക്കെ ആണെങ്കിലും അതുപോലെ നമ്മൾ അത്യാവശ്യം പുഷ് ചെയ്ത് ഓടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 13, 14, 15 റേഞ്ചിലൊക്കെ മൈലേജ് ഞാൻ കണ്ടു AMT ഓടിച്ച സമയത്ത്. പക്ഷേ നമ്മൾ ഒരു 2000 RPM കീപ്പ് ചെയ്ത് സ്ലോ ഇതിലൊക്കെ ഓടിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് 17 അബോവ് മൈലേജ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കും. അതിപ്പോൾ ഞാൻ ഇഗ്നിസ് ഓടിച്ച സമയത്തും അതുപോലെ ബലെനോ AMT ഓടിച്ച സമയത്തും എല്ലാം ഈ ഒരു സംഭവം തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു വണ്ടി ഇപ്പോൾ അണ്ടർ 500 കിലോമീറ്റേഴ്സേ ആയിട്ടുള്ളൂ. ഇതിലിപ്പം കാണിക്കുന്ന ഫ്യൂൽ എക്കോണമി 13-14 ഒക്കെയാണ്. ഒന്ന് ട്രിപ്പൊക്കെ റീസെറ്റ് ചെയ്ത് ഒന്നുകൂടെ ഓടിച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് ഫ്യൂൽ എക്കോണമി ഇതിൽ കിട്ടും. കുറച്ച് ദൂരമൊക്കെ നമ്മൾ ഹൈവേയിൽ പുഷ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് മൈലേജ് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇതൊക്കെ തന്നെയാണ് ഫ്രോൺസിൻ്റെ ഡ്രൈവ് സൈഡിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് ഈ വാഹനം വാങ്ങുന്നത്? ശരിക്കും ഒരാൾ ബലെനോ വാങ്ങാനായിട്ട് നെക്സ ഷോറൂമിൽ പോകുന്ന സമയത്ത് ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കില്ല, ഈ ഒരു വാഹനത്തിലേക്ക് തന്നെ പോകും. അവർ നോക്കുമ്പം ഇന്ത്യക്കാർക്ക് SUV സ്റ്റൈലിങ്ങിനോട് ഉള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്
ഭയങ്കര വലുതാണ്. ഇത് നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിത് കാണുന്നതാണ്. അങ്ങനെ ഒരുപാട് പല ബ്രാൻഡ്സും അവരുടെ പല മോഡൽസും ഒരുപാട് വിജയിപ്പിച്ച ഒരു സ്റ്റൈലിംഗ് ആണ് SUV സ്റ്റൈലിംഗ്. ഇപ്പം നിങ്ങളൊരു കാർ എടുത്ത് നിൽക്കുകയാണ്, നിങ്ങൾക്ക് SUV സ്റ്റൈലിംഗ് കുറച്ച് ഇഷ്ടമാണ്, അപ്പം നിങ്ങൾക്ക് ഫ്രോൺസ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ അട്രാക്റ്റഡ് ആവും. എന്നാൽ ഒരു പ്രീമിയം ഹാച്ചിൻ്റെ ഒരു കംഫർട്ട് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വേണം എന്നിങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഫ്രോൺസ് പോയി നോക്കാം. പിന്നെ മാരുതിയുടെ കേസിലുള്ള റിലയബിലിറ്റി, റിഫൈൻമെൻറ്റ്, ഫ്യൂൽ എക്കോണമി, ഈ ഒരു 3 കാര്യവും ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഞാൻ പേഴ്സണലി കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യുന്നത് ഈ 1.2 ലിറ്റർ K സീരീസ് എഞ്ചിനായിരിക്കും. അത് ശരിക്കും എന്തൂസിയാസ്റ്റിക് മൈൻഡ് ഇല്ലാത്തത് അങ്ങനെ കൊണ്ടല്ല, ഞാൻ കുറച്ച് റിലയബിളായിട്ടും അതുപോലെ തന്നെ ആ ഒരു റിഫൈൻമെൻറ്റ് രീതിയിലും ചിന്തിച്ചിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പെപ്പി ആയിട്ടുള്ള കുറച്ചുകൂടെ ഇനിഷ്യൽ ടോർക്കും കാര്യങ്ങളും ഒക്കെ തന്നെ പവറുള്ളൊരു ഒരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റർ ജെറ്റിലേക്ക് മാറാം. മാരുതിയുടെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു വലിയ കൺഫ്യൂഷൻസോ റിലയബിലിറ്റി ഇഷ്യൂസ് വരുമോ എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. പിന്നെ ഫ്യൂൽ എക്കോണമി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു സൈഡിൽ കുറച്ച് ഡ്രോപ്പ് ആയിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. പറയുന്ന പോലെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അവർ ആ ഒരു സെല്ലിംഗ് പോയിന്റ് വെച്ചിട്ട് ഈ ഒരു ഡെൽറ്റ പ്ലസ് സിഗ്മ വേരിയൻസിൽ ഡൗൺ ആക്കി വെച്ചിട്ടുണ്ട്. സീറ്റ ആൽഫയിലേക്ക് വരുമ്പോഴാണ് എക്സാക്ട്ലി ഉള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അവർ തുറന്ന് കൊടുക്കുന്നത്. അപ്പം ആ ഒരു കേസിൽ നോക്കുമ്പോഴും ബൂസ്റ്റർ എടുക്കാൻ വേണ്ടി ചിലരെ അതിൽ താല്പര്യപ്പെടുത്തും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും പല വേരിയൻസിലും കാണുന്ന പോലെ സൺറൂഫ് കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ വരുന്നില്ല. അതൊന്നും ശരിക്കും വൺ ടൈം യൂസൊക്കെ നമ്മളിത് ചെയ്യത്തുള്ളൂ. പക്ഷേ എനിക്ക് സൺറൂഫുള്ളൊരു മോഡൽ വേണം എന്നാഗ്രഹിച്ച് വരുന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു ചെറിയ വിഷമം തോന്നും. ഇപ്പോഴും മാരുതി ആ ഫസ്റ്റ് സൺറൂഫ് കൊടുത്ത വാഹനം ബ്രിസയാണ്. അതിനുശേഷം ഏതിലാണ് ഗ്രാൻഡ് വിക്ടാര, ഈ 2 വേരിയൻസിൽ മാത്രമേ സൺറൂഫ് വരുന്നുള്ളൂ. അല്ലാതെ മറ്റു മോഡൽസിലൊന്നും അവർ ഇതുവരെ സൺറൂഫ് നൽകിയിട്ടില്ല. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഫ്രോൺസ് എന്ന വാഹനത്തെ പറ്റി പറയാനുള്ളത്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടു തീർക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.